നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവ് ആദ്യം പോകുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ഹർജിയിൽ ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു. നേരത്തെ ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് BG അരുണിന്റെ സിംഗിൾ ബെഞ്ചാണ് വിധി പറഞ്ഞിരിക്കുന്നത്. കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാനിരിക്കുകയായിരുന്നു. റിപ്പോർട്ട് ഹൈക്കോടതി നേരത്തെ താൽക്കാലികമായി തടഞ്ഞത്. ഹർജിയിൽ WCC, സംസ്ഥാന വനിതാ കമ്മീഷൻ തുടങ്ങിയവരെ ഹൈക്കോടതി കക്ഷി ചേർത്തു. ഇരുവരുടെയും വാദം കേട്ടിരുന്നു. റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ഹർജിക്കാരന്റെ ആവശ്യം സംശയാസ്പദമെന്നാണ് WCCയുടെ വാദം. സിനിമാ മേഖലയിലെ വനിതകളുടെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുവാൻ സർക്കാരിനൊരു മാർഗരേഖയാണ് റിപ്പോർട്ടെന്ന് വനിതാ കമ്മീഷനും വാദിച്ചിരുന്നു. റിപ്പോർട്ടിന്റെ സമഗ്രഭാവവും ശുപാർശയും പുറത്തുവിടണമെന്നാണ് കമ്മീഷന്റെ ആവശ്യം. ഈ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി നേരത്തെ സമർപ്പിച്ച, അതായത് റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ആവശ്യം ഹർജി തള്ളിയിരിക്കുന്നത്. റിപ്പോർട്ട് പുറത്തുവിടാം, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാം, അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിടാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, പല ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളും ഉള്ളടക്കവും ഉള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് നേരത്തെ തന്നെ ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ നേരത്തെ അതിനെതിരെ ഈ നിർമ്മാതാവ് സജിമോൻ പാറയിൽ ആ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നു. എന്നാൽ ആ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ. എന്തായാലും 2017 നടിയെ ആക്രമിച്ച കേസുണ്ടായതിനു ശേഷമാണ്, ആക്രമിച്ച സംഭവം ഉണ്ടായ ശേഷമാണ് സിനിമ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനുള്ള ഒരു കമ്മീഷൻ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുകയും ജസ്റ്റിസ് ഹേമ അധ്യക്ഷനായ ഒരു കമ്മീഷൻ രൂപപ്പെടുകയും അതേ തുടർന്ന് 5 വർഷത്തോളം ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടരുത്, അങ്ങേയറ്റം കോൺഫിഡൻഷ്യലായി ഈ റിപ്പോർട്ട് സൂക്ഷിക്കണമെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ കണ്ട കാലയളവിലൊന്നും ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാതിരുന്നത്. പക്ഷേ വിവരാവകാശ കമ്മീഷനാണ് ഇത് മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കുന്ന തരത്തിൽ, അതിനെ ഹനിക്കുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ സൂചനകൾ ഇല്ലാത്ത തരത്തിലേക്ക് റിപ്പോർട്ട് മാറ്റി എഴുതണമെന്നും അതിലെ കണ്ടന്റുകൾ അത്തരത്തിലേക്ക് തിരുത്തണമെന്നും ആവശ്യപ്പെട്ട്, മാത്രമല്ല ഇത് ആവശ്യപ്പെടുന്നവർക്ക് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് വിവരാവകാശ കമ്മീഷനാണ് ഇങ്ങനെ സജഷൻ വെച്ചത്. തുടർന്നാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക്, തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നതും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം ആദ്യമാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അതായത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിടുമെന്ന് ഹൈക്കോടതി അറിയിക്കുകയും ഹൈക്കോടതി പുറത്തുവിടാനുള്ള വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ആ സമയത്താണ് സജിമോൻ പാറയിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് ആ ദിവസം തുടക്കത്തിൽ സജിമോൻ പാറയിൽ ഇത് പുറത്തുവിടരുത്, ഇതിൽ വ്യക്തികളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന തരത്തിലുള്ള സൂചകങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഹർജി നൽകുന്നത്. ആ ഹർജി പരിഗണിച്ച ശേഷം താൽക്കാലികമായി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന്, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് ഹൈക്കോടതി സ്റ്റേ നൽകുകയെന്ന് താൽക്കാലിക സ്റ്റേ അനുവദിച്ചിരുന്നു. തുടർന്ന് ഈ കേസിൽ WCCയും അതുപോലെ തന്നെ വനിതാ കമ്മീഷനും ഇതിൽ കേസിൽ കക്ഷി ചേരുകയുണ്ടായി. കക്ഷി ചേർന്ന ശേഷം വനിതാ കമ്മീഷന്റെയും അതുപോലെ തന്നെ WCCയുടെയും ആശങ്കകൾ കോടതി ആരാഞ്ഞു. അവർക്ക് പറയാനുള്ള ഭാഗം കേട്ട ശേഷം വീണ്ടും ഒരു തവണ കൂടി ഈ കേസ് പരിഗണിക്കുന്നത് നീട്ടിവെക്കുകയാണ് ഉണ്ടായത്. എന്തായാലും 2019 മുതലുള്ള ഈ ഒരു ഉദ്യമം ഇപ്പോൾ പൂർത്തിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. സജിമോൻ പാറയിലിന്റെ ഹർജി നിരുപാധികം തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതി. മാത്രമല്ല സജിമോൻ പാറയിൽ ഈ ഹർജിയുമായി കോടതിയിലെത്തിയപ്പോൾ വിവരാവകാശ കമ്മീഷൻ തന്നെ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. ഒരു ഘട്ടത്തിലും സജിമോൻ പാറയിലിന്റെ മൊഴി വിവരാവകാശ കമ്മീഷൻ എടുത്തിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു സൂചകങ്ങൾ, അല്ലെങ്കിൽ വ്യക്തികളുടെ അഭിമാനത്തെ ഹനിക്കുന്ന തരത്തിലുള്ള സൂചകങ്ങളുണ്ട്, അതല്ലെങ്കിൽ വ്യക്തികളെ തിരിച്ചറിയാവുന്ന സൂചകങ്ങളുണ്ട് എന്ന് സജിമോൻ പാറയിൽ ഹർജി കോടതിയിൽ നൽകുന്നതെന്ന് വിവരാവകാശ കമ്മീഷൻ കോടതിയിൽ തന്നെ അങ്ങനെ ഒരു ആശങ്ക ഉന്നയിച്ചിരുന്നു. അങ്ങനെ ഒരു
വിവരാവകാശ കമ്മീഷൻ കോടതിയിൽ അങ്ങനെ ആരായുകയുണ്ടായി. അതിനുശേഷമാണ് ഈ വീണ്ടും അന്ന് തന്നെയാണ് ഹർജി താൽക്കാലികമായി സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോടതി പോകുന്നത്. സജിമോൻ പാറയിൽ പൊതു താല്പര്യമല്ല, മറ്റാർക്കോ വേണ്ടിയാണ് സജിമോൻ പാറയിൽ സംസാരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള സൂചകങ്ങൾ എന്നുള്ള തരത്തിലുള്ള വാദങ്ങളായിരുന്നു അന്ന് വിവരാവകാശ കമ്മീഷൻ കോടതിക്ക് മുൻപാകെ പ്രസന്റ് ചെയ്തിരുന്നത്. എന്തായാലും ഇപ്പോൾ വനിതാ കമ്മീഷനും WCCയും കൂടി ഹർജിയിൽ കക്ഷി ചേർന്ന ശേഷമാണ് ഈ ഹർജി വീണ്ടും പരിഗണിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സജിമോൻ പാറയിലിന്റെ ഹർജി തള്ളിയിരിക്കുകയാണ്. റിപ്പോർട്ട് പുറത്തുവിടാം എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുകയാണ് കേട്ടോ. തീർച്ചയായും അത്തരം ഇപ്പോൾ ഹൈക്കോടതി വിധി വന്നത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അങ്ങനെയെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് പുറത്തു വരുമായിരിക്കും? കാരണം പുറത്തു വന്നാൽ പല സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണങ്ങൾ, സ്ത്രീവിരുദ്ധമായിട്ടുള്ള പല നടപടികളും ഇതൊക്കെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിക്കാം ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ. ഇപ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി ചേരുന്നുണ്ട്.